സംശയകരമായ സാഹചര്യത്തിൽ യുവതിയുടെ വീട്ടിൽ കണ്ടുവെന്നാരോപിച്ച് കൂട്ടിൽ സ്വദേശി നസീറിനെയാണ് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അക്രമം സദാചാര കൊലയാണെന്നും മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും ഇതിൽ പങ്കുണ്ടെന്നും CPM ആരോപിച്ചു. മങ്കട കൊലപാതകത്തിൽ ദൃക്സാക്ഷിയുടെ മൊഴി മീഡിയ വണ്ണിന്. 8 പേർ ചേർന്ന് നസീറിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷി. മരിക്കുന്നതിന് മുൻപ് വെള്ളം ചോദിച്ചെങ്കിലും ആക്രമിക്കുന്നുവെന്ന ഭയത്താൽ വെള്ളം നൽകിയില്ല. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവന് മുക്കിൽ ഒരു റൂമിലിരുത്തിക്കാണ്ട് അവരൊക്കെ പാടെ 5-8 ആൾക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. വടിയെടുത്തുകൊണ്ട് ഞാൻ ഒറ്റടി കണ്ടു. അവനെ ഞാൻ അറിയില്ല. എത്തിയപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം വേണമെന്നാണ്. അപ്പോൾ ഞാൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. അത് എനിക്കിത് കണ്ടിട്ട് സഹിച്ചില്ല. ആകെ രക്തത്തിൽ മുങ്ങിക്കാണ്ട് വടിയും ഇതൊക്കെ പടയാൻ അവനെ ആകെ വീണ് കിടക്കേണ്ടത് തന്നെ കാലുമേ പിന്നെ വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കണ്ട് വേഗം വണ്ടി എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഒരുപാട് അടിച്ചു നോക്കി. നമ്മളെ സ്നേഹിതനെ അങ്ങനെ അടിച്ച് ശരിയാക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ ആരെ ഫോൺ എടുക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ മുകളിലേക്ക് വണ്ടിയപ്പോൾ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു നസീറിനെ തല്ലുമ്പോൾ വേഗം പേര് രക്ഷപ്പെടുത്തി പറഞ്ഞപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് റിപ്പോർട്ട് കിട്ടുന്നത് 2:30 മണി സമയത്ത്, ഏകദേശം 2:30 മണി സമയത്ത് രാത്രി. ഹലോ നവാസ്, കേൾക്കാം, പറഞ്ഞോളൂ. 2:30 മണി, ഏകദേശം 2:30 മണിക്കാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾ പോയിട്ട് എന്തെങ്കിലും പരിഹാരം കണ്ട് ആളെ കൊണ്ടുവരണം, പെരേക്ക് കൊണ്ടുപോകണം, എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊരു നിർദ്ദേശം വന്നു. അപ്പൊ ഞാൻ ചെന്ന രൂപത്തില് ഞാൻ ചെന്ന് കാണുന്നത് 4-5 പേര് വടികൊണ്ട് ഇറങ്ങി പോകുന്നതാണ് കാണുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ചെന്ന് വിളിച്ചു നോക്കുമ്പോൾ ആൾക്ക് ചെറിയ നിരക്കവും ഒരു തിരിയാത്തൊരു സംസാരവും സംഭവിച്ചു. ഹലോ, പറയാം. ഈ തിരിയാത്ത സംസാരം എന്താ നമുക്ക് മനസ്സിലായില്ല. കാരണം തലക്ക് ഞാൻ ബോധമില്ലാണ്ട് എന്തെങ്കിലും സംസാരിക്കാന്ന് കരുതി എന്റെ കൂട്ടുകാര് പറഞ്ഞു ഇതാ നവാസ്, എന്റെ പേര് നവാസ് എന്നാണ്, മരിച്ച ആളുടെ പേര് നസീർ ഹുസൈൻ എന്നാണ്. അപ്പൊ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു നവാസ് ഇതാ വന്നിക്കണേ, എന്തേ പറയാണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പൊ എന്തോ പറഞ്ഞു, എനിക്ക് തിരിഞ്ഞതില്ല. പിന്നെ അതിന് ശേഷം ഞാൻ പുറത്തേക്ക് വന്നിട്ട് ഈ സുഹൈല് എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ പറഞ്ഞു ഇവന് ഇങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും രാവിലെ നമുക്ക് എന്തെങ്കിലും പരിഹാരങ്ങൾ കാണാം, ഇപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ മാർഗം എന്താ നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത് ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ കൊണ്ടുപോകാൻ പാടില്ല, പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, പോലീസിന് ഫോൺ ചെയ്തിട്ടുണ്ട്, അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ പെണ്ണിന്റെ വീട്ടുകാർക്ക് നാട്ടുകാർക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വന്നതിന് ശേഷം എന്താ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 10 അരമണിക്കൂർ കൊണ്ട് ഏകദേശം ആ കക്ഷി മരിച്ചിട്ട് ആ വീട്ടുകാർ എന്നോട് പറഞ്ഞു, ആ വീട്ടിൽ കൂടി അവിടെ ഏകദേശം ആൾക്കാർ പറഞ്ഞു ഇവനെ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. മരിച്ചു പോകുന്നു. അപ്പൊ മരിച്ചിട്ടാണ് പറഞ്ഞത്, അവിടുന്ന് മരിച്ചിട്ടാണ് ഒരു കൊണ്ടുപോകാൻ പറഞ്ഞത്. അപ്പൊ ഞാനൊന്ന് താമസിച്ചു. അപ്പൊ എന്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ പോലീസ്ക്ക് വിളിച്ചു. പോലീസുകാർ പറഞ്ഞു എന്റെ അഡ്രസ്സും എന്റെ കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തു. എന്നോട് പറഞ്ഞു ഓന് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. മുൻവൈരാഗ്യം എന്ന് പറഞ്ഞാലും പല ബിസിനസ്സും കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന മനുഷ്യനല്ലേ. എന്തായാലും ഈ സംഭവം അവിടെ ഞാൻ ചെല്ലുന്നത് 2:30-ക്ക് ശേഷമാണ്. ഒരു 3 മണിന്റെ ഉള്ളിൽ 2:30-ന്റെ ഉള്ളിലായിട്ട് ഞാൻ ചെല്ലുമ്പോൾ അവിടുന്ന് അവിടെ അറിയപ്പെടുന്ന സംഗതി ആളുകൾ പറഞ്ഞു 1 മണിന്റെ മുന്നൊക്കെ സംഭവം ഉണ്ട്. അതുകൊണ്ട് എന്താണ് ഈ 2:30 മണി വരെ നമ്മളെ അറിയിക്കായിരുന്നു എന്നുള്ളൊരു വിഷയം. തടസ്സം ആ വീട്ടുകാരാണ് തടസ്സമുണ്ട്. സുഹൈലി എന്ന് പറയുന്ന ആളും ഈ ഗഫൂർ എന്ന് പറയുന്ന ഇവരൊക്കെ തന്നെയാണ്. പിന്നെ വേറെ കാര്യം, അവിടെ ചെന്നപ്പോൾ ഒരു മരിച്ച വീട്ടിലേക്ക് ചെന്നൊരു പ്രകൃതി ഉണ്ടായിരുന്നു. ആരും സംസാരിക്കുന്നില്ല.